പ്രേതത്തിൻ്റെ കഥ വേണ്ടി അങ്ങനെയാണെങ്കിൽ ഒരു കഥ ഉണ്ട് അച്ഛത്ത്. പണ്ട് ഒരു സ്ഥലത്ത്, കേരളത്തിൽ തന്നെയാണ്, എനിക്ക് തോന്നുന്നത് എറണാകുളം സൈഡാണോ എന്നുള്ളത് അറിയില്ല, എറണാകുളം സൈഡാണെന്ന് തോന്നുന്നത്, എറണാകുളം സൈഡാണെന്നാണ് തോന്നുന്നത്. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേര് അച്ഛയ്ക്ക് അറിയില്ല. പക്ഷേ രാജാവിൻ്റെ അവിടെ പണിക്ക് വന്ന ഒരാളുണ്ടായിരുന്നു. ആ ആളെ പേര് നാഗവല്ലി എന്നാണ്. നാഗവല്ലി. ഓക്കെ. അപ്പോൾ പണിക്ക് വന്ന ആ നാഗവല്ലിനോട് രാജാവിന് ഇഷ്ടമായി. ഒരു ലവേഴ്സായി. വൺ സൈഡായിരുന്നു. നാഗവല്ലിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ രാജാവിന് ഇഷ്ടമാണ്. അപ്പോൾ രാജാവ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഗവല്ലിനോട് ഇഷ്ടം പറഞ്ഞ്, എനിക്ക് എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നാഗവല്ലിന്റെ അടുത്ത്. മാലയോ? എന്ത് മാല? നാഗവല്ലി. അച്ഛൻ പറഞ്ഞു നാഗവല്ലിന്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞേ. അപ്പൊ നാഗവല്ലി എന്താ പറഞ്ഞ്? കേക്ക്. നാഗവല്ലി എന്താ പറഞ്ഞ്? എനിക്ക് രാമദാസ് എന്ന് പറഞ്ഞ ഒരാളായിട്ട് ഇഷ്ടമാണ്. രാമദാസനും നാഗവല്ലി തമ്മിൽ ലവേഴ്സാണ്. അന്നപ്പോ ആ രാജാവ് നാഗവല്ലിനോട് പറഞ്ഞ് എനിക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന്. അടുക്ക് എനിക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞേ. അപ്പോ നാഗവല്ലി പറഞ്ഞ് എനിക്ക് രാമദാസന് ഇഷ്ടമാണെന്ന്. എന്നിട്ട് രാമദാസിനെ നാഗവല്ലിനെ അയാള് കൊന്നാളിഞ്ഞ്. എന്നിട്ട് കൊന്നാളിഞ്ഞ് പറഞ്ഞിട്ട് കൊന്ന് കെട്ടിത്തൂക്കി. എന്നിട്ട് എന്താ സംഭവം എന്ന് അറിയാം? കുറേ കഴിഞ്ഞപ്പോൾ ഈ നാഗവല്ലി പ്രേതമായിട്ട് വന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് രണ്ടാൾക്കാർ ആ ഒരു വീട്ടിലാണുള്ള പേര് രണ്ട് പേര് അവിടെ വീട്ടിലേക്ക് താമസത്തിന് വന്നപ്പോൾ അവിടെ ഒരു റൂമുണ്ട്. ആ റൂമിന്റെ പേരെന്താ അറിയോ? തെക്കിനി. തെക്കിനി എന്ന് പറഞ്ഞ റൂം. ആ റൂമിന്റെ പേരാണ് തെക്കിനി എന്ന് പറഞ്ഞ റൂം. അവിടെ ഇങ്ങനെ പ്രേതമൊക്കെ ഉണ്ടായതുകൊണ്ട് ആ തെക്കിനി ഇങ്ങനെ പൂട്ട് വെച്ചിട്ട് ഇതാക്കിയതാണ്. അപ്പോൾ ഗംഗ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ താമസത്തിന് വന്നത്. ഗംഗ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന എന്തൊക്കെയോ ഈ ആസ്ട്രോളജിയിലൊക്കെ ഇങ്ങനെ ഇതായിട്ട് ജ്യോതിഷമൊക്കെ അറിയുന്ന ഒരാളാണ്. അപ്പൊ ഓർക്ക് ഇത് കണ്ടപ്പോ കഥ എങ്ങനെയുണ്ട്? പേടിച്ചിട്ടാണ്. പേടിയായോ? എത്ര പേടിയായി? 1 2 3 4 5 6 7 8 9 10. സൂപ്പർ.